ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ശീഘ്രം മതിയപ്പാ. 57 സീറ്റാണ് ആകെ ഫലം പ്രഖ്യാപിച്ചത്. അതിൽ 43 ഇടതു മുന്നണിക്ക്. എന്താ അവരുടെ കുടിച്ചുകയറ്റം? ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ? അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ബിൽഡിംഗിന്റെ തറപ്പണിക്ക് 10 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 പേരും കൂടി വേണമെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിട്ടുണ്ട്. ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു സുരേഷ്. അവിടെ ഭരണം മാറിയില്ലേ? ഇന്ന് 10 പേരേ ഉള്ളൂ. സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവിയാകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക. ശനിയാഴ്ച ലിഫ്റ്റ് ശരിയാക്കുന്ന അസോസിയേഷൻ സെക്രട്ടറി വാക്ക് തന്നിരുന്ന എന്താ ശനിയാഴ്ച എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് ഒരു കാലത്തും വർക്ക് ചെയ്യുന്ന മട്ടില്ലേ? വർക്ക് ചെയ്യും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുടിയുമ്പോ വർക്ക് ചെയ്യും. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയ അവൻ ബൂർഷ്വാ. ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വാ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തിന് സാധ്യമല്ല. 2 ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. SSLCക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചുകാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. ഇടക്കാലത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാലോ എന്നാലോചിച്ചു. അഴിമതിയാണ് ഉന്നം. ആത്മാർത്ഥതയില്ലാത്ത വാചകമടിയിൽ വിജയിച്ചാൽ ചിലപ്പോ MLA-യോ മന്ത്രിയോ ആയാലോ. ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവൻ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്.